പൊന്നാനി മുനിസിപ്പാലിറ്റി ഡയാലിസിസ് സെന്ററിലെ രോഗികൾക്ക് റംസാൻ കിറ്റ് വിതരണം ചെയ്തു. MES കോളേജിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളാണ് കിറ്റ് നൽകിയത്. ഡയാലിസിസ് സെന്ററിലെ 100ഓളം രോഗികൾക്കാണ് കിറ്റ് കൈമാറിയത്. ഡയാലിസിസ് സെന്റർ കോഓർഡിനേറ്റർ മുഹമ്മദ് കുട്ടി, ഡോക്ടർ സുനീഷ്, ഡോക്ടർ റഹ്മത്ത്, അർജുൻ, റഹീബ് ജാസിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2012 തൊട്ട് തുടങ്ങിയ സിനിമയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു. നമുക്കറിയാം, സുനാമി, വെള്ളപ്പൊക്കം, കോവിഡ് കാലത്തൊക്കെ ആത്മാർത്ഥമായ വെള്ളപ്പൊക്കമായിട്ട് തീരത്ത് ജലാശയം കിട്ടാതെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ടാങ്കർ ലോറി അടിച്ച് വെള്ളം കൊടുക്കുന്ന ഒരു കാലഘട്ടം. ഒരുപാട് പ്രവർത്തനത്തിന് മുന്നേറ്റം നൽകിക്കൊണ്ട് ഹോസ്പിറ്റലുകളായും മറ്റുള്ളൊക്കെ ഒരുപാട് പ്രവർത്തനം വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ പ്രധാനപ്പെട്ട പല പങ്കുകളും വളരെ ചെറുപ്പക്കാർ, യുവാക്കൾ ഇതിലൂടെ പ്രവർത്തനമായി കാഴ്ചവെച്ചുകൊണ്ട് ടെക്നിക്കൽ അത് മാതൃത്വ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുള്ള എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘടന. NCV ന്യൂസ്, പൊന്നാനി. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം.